ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോയമ്പിൻ്റെ 43-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്നലെ ഓശാന ഞായറാഴ്ച ആയിരുന്നു. എല്ലാവരും ഭക്തി നിർഭരമായി ഓശാന ഞായറാഴ്ച പങ്കെടുത്തു എന്ന് ഞാൻ കരുതുകയാണ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ച് ഈ ഒരാഴ്ച മുന്നോട്ട് പോകാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഒരു വലിയ ടാസ്ക്കായിട്ട് ഇതെടുക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ അത് നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും. ഇന്നത്തെ തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 26:65. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. പ്രധാന പുരോഹിതൻ ഒരു കാരണവശാലും മേലങ്കി കീറാൻ പാടില്ല. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 10-ാം വാക്യം, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രം ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും യാതൊരു കാരണവശാലും തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുത്. ലേവ്യരുടെ പുസ്തകം നമ്മൾ കൃത്യമായിട്ട് വായിക്കുകയാണ്. ഇവിടെ പ്രധാന പുരോഹിതൻ വസ്ത്രം കീറി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പഴയ പൗരോഹിത്യം കീറിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇതാ ക്രിസ്തു പുതിയ പുരോഹിതൻ, പുതിയ പൗരോഹിത്യം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സ്നേഹത്തിൻ്റെ, കാലുകഴുകലിൻ്റെ, ക്ഷമയുടെ, വിട്ടുവീഴ്ചയുടെ, മാനസിക ബലത്തിൻ്റെ, ഹൃദയദാർഢ്യത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ പൗരോഹിത്യം നിൽക്കുകയാണ്. ഈ പുരോഹിതനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഈ പൗരോഹിത്യത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വൈദിക ആർഷ സന്യാസത്തിനപ്പുറം ലൗകിക സന്യാസത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അതുകൊണ്ട് യഥാർത്ഥ സന്യാസത്തിലേക്ക്, യഥാർത്ഥ പൗരോഹിത്യത്തിലേക്ക്, ചെറുതാകലിൻ്റെ പൗരോഹിത്യത്തിലേക്ക്, അധ്വാനത്തിൻ്റെ പൗരോഹിത്യത്തിലേക്ക്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പൗരോഹിത്യത്തിലേക്ക്, ആരെയും ഉപദ്രവിക്കാത്ത പൗരോഹിത്യത്തിലേക്ക്, അധികാരത്തിനപ്പുറം ശുശ്രൂഷയുടെ കഠിനാധ്വാനത്തിൻ്റെ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഒപ്പം പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായ പൗരോഹിത്യ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സമർപ്പണ ജീവിതത്തിലേക്ക്, പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഒക്കെ ആൾക്കാർ കുറയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പുരോഹിതരെക്കുറിച്ച് നൂറുകൂട്ടം ചിന്തകൾ, നൂറുകൂട്ടം അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടാകും. പക്ഷേ എത്ര കൃപയോടെ ജീവിക്കുന്ന എത്രയോ നല്ല പുരോഹിതർ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ, നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഈശോയെ എടുത്ത കരങ്ങളാണ്, ഈശോയെ എടുക്കുന്ന കരങ്ങളാണ്. അത് നിങ്ങളുടെ തലയിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അധികാരത്തിൻ്റെയും ധനാസക്തിയുടെയും ഒക്കെ ചിന്തകൾ നമ്മളെ ഭരിക്കുമ്പോഴാണ് ഇതിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് സത്യസന്ധമായ പൗരോഹിത്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങാം. പുരോഹിതർക്കൊക്കെ, വൈദികാർത്ഥികളൊക്കെ. അതോടൊപ്പം തന്നെ നല്ല പുരോഹിതർക്ക് വേണ്ടി പുരോഹിതരാകാൻ ഓരോരുത്തരെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഇന്ന് മൗനത്തിൻ്റെ ഒരു ദിവസമാക്കി നിങ്ങൾ മാറ്റണം. ഇന്നത്തെ പരിശീലനം എന്ന് പറയുന്നത് പരമാവധി മൗനം. സംസാരിക്കാവുന്ന, ബഹളം വയ്ക്കാവുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ മനഃപൂർവ്വം മൗനം പാലിക്കുക. 2, മൗനം പാലിക്കുന്നതോടൊപ്പം തന്നെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ഇന്ന് ചെയ്യുമല്ലോ, ആ പണികളൊക്കെ ചെയ്യുമ്പോൾ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ്. നിങ്ങൾ അമ്മമാർ മുറ്റമടിക്കുമ്പോൾ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒക്കെ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ്. ശുദ്ധവായു ശ്വസിക്കുന്നു, ആ ശുദ്ധവായു കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. മലിനപ്പെട്ട വായു ശ്വസിക്കാൻ പാടില്ല. ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത് ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ്ങും മൗനവും. അപ്പോൾ മൗനവും ഒരു ശ്വസന പരിശീലനവുമായിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാം. നാളെ മറ്റൊരു പരിശീലനവും മറ്റ് ഒരു വചനത്തിൻ്റെ വിചിന്തനവുമായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഈ വലിയ ആഴ്ച ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ആഴ്ചയാക്കി മാറ്റാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.